children, this is a revision class. We are going to revise our first lesson, measurements and units. In olden days, different scales were used for measuring length in different countries. Vara, 1 for am or muram, etc. are some of such units. A cubit also, you remember, I hope. These units were not accurate. For solving this problem, a standard scale of a definite length has been recognized worldwide for measuring length. This standard scale is the unit of length. The basic unit of length is meter. So meter, in earlier times, we used to measure things using the units like vara, foram, cubit, etc. But now, as these units are not accurate, for solving this problem, a standard scale of definite length has been recognized. That too worldwide, recognized worldwide. And this unit of length is, the basic unit of length is meter and is represented by the letter small m. Okay, so length, in earlier times, what were we using? Vara, muram, etc. But now we are using meter and also some other units like centimeter, kilometer, millimeter, etc. But when someone asks you which is the basic unit of length, you should write meter. M. Basic unit of length is meter. Okay. Smaller units of length we can learn. Examine the meter scale. Have you seen a meter scale? You can see small measurements on it, isn't it? You can see centimeters and millimeter, right? 1 meter is equal to 100 centimeter. You should remember this. 1 meter is equal to 100 centimeter and 1 centimeter is equal to 10 millimeter. You can see 10 small lines in between 2 centimeter markings, right? 2 consecutive centimeter markings. The smallest length that can be accurately measured using a meter scale is its least count. So what is least count? ഒരു സ്കെയിലിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മെഷർമെൻറ്റ്. ഇപ്പം നിങ്ങളുടെയൊക്കെ സ്കെയിലാവുമ്പോൾ അതിന് മില്ലിമീറ്റർ ആയിരിക്കും ഏറ്റവും ചെറിയ മെഷർമെൻറ്റ് അല്ലേ? മില്ലിമീറ്റർ ആയിരിക്കും ഏറ്റവും ചെറിയ മെഷർമെൻറ്റ്. നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ മെഷർമെൻറ്റിനെ നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയും. ഓക്കെ, ഈസ് ദാറ്റ് ക്ലിയർ? നോ. ഇനി ഹൗ ടു മെഷർ ദ ഹൈറ്റ് ഓഫ് പേപ്പർ. ഒരു കുഞ്ഞ് പേപ്പർ, ഒരു ഷീറ്റ് പേപ്പറിൻ്റെ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കെയിലിൽ മില്ലിമീറ്റർ മെഷർമെൻ്റ് ഉണ്ട്, പക്ഷേ മില്ലിമീറ്ററിൻ്റെ അത്ര പോലും ഹൈറ്റ് ഇല്ല, 1 മില്ലിമീറ്ററിൻ്റെ അത്ര പോലും ഹൈറ്റ് ഉണ്ടാവില്ല പേപ്പർ ഷീറ്റിന്. അപ്പം നിങ്ങൾ എങ്ങനെ മെഷർ ചെയ്യും? ഈ അതേ ഹൈറ്റുള്ള കുറേ പേപ്പേഴ്സിനെ ഒരുമിച്ച് ഇങ്ങനെ വെക്കുക, ബണ്ടിലായിട്ട് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുക. ഓക്കെ, മെഷർ ചെയ്യുമ്പോൾ കറക്റ്റ് 2 മാർക്കിങ്സിൽ വരുന്ന രീതിയിൽ മെഷർ ഉള്ള പേപ്പറുകളുടെ എണ്ണം അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ലെങ്ത്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പേപ്പറിൻ്റെ എന്ത് കിട്ടും? ഹൈറ്റ് കിട്ടും. ഓക്കെ, ഇതൊക്കെ പറഞ്ഞു തന്നതാണ്. Similarly, to find out the thickness of a thin wire, roll it on a pencil and measure the length of 10 rolls, then divided by 10. നമുക്ക് ഇതിൻ്റെ തിക്നെസ് കാണാം. ഒരു തിൻ വയറിൻ്റെ തിക്നെസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഒരു പെൻസിലിൽ അതിനെ ഇങ്ങനെ 10 പ്രാവശ്യം റൗണ്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് 2 എൻഡ്സ് തമ്മിലുള്ള ലെങ്ത്ത് മെഷർ ചെയ്യുക. ലെങ്ത്ത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ആ കിട്ടിയ മെഷർമെൻറ്റ് ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ ഒരെണ്ണത്തിൻ്റെ തിക്നെസ് കിട്ടും. ഒരു വയറിലെ ഒരു റോളിൻ്റെ തിക്നെസ് കിട്ടില്ലേ? അത് തന്നെയാണല്ലോ ആ വയറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, വീട്ടിൽ ചെയ്ത് നോക്കാവുന്ന കാര്യമാണിതൊക്കെ. ഓക്കെ, ഹൗ വിൽ യു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ കർവ്ഡ് ലൈൻ? ടു മെഷർ ദ ലെങ്ത് ഓഫ് കർവ്ഡ് ലൈൻ, പുട്ട് എ ത്രെഡ് ഓൺ ഇറ്റ്. ഒരു ത്രെഡ് എടുക്കുക, ആ കർവ്ഡ് ലൈനിൻ്റെ മേലെ കൂടെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം 2 എൻഡ്സ് മാർക്ക് ചെയ്യുക. ഫസ്റ്റ് എൻഡും എ ബി എന്ന് പറയുന്ന 2 പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. ഒരു പെൻസിൽ വെച്ചൊന്ന് വരച്ചാൽ മതി ഏതിൽ? ത്രെഡിൽ. എന്നിട്ട് ത്രെഡ് എടുത്ത ശേഷം അതിൻ്റെ ലെങ്ത്, ആ മാർക്കിങ്സിൻ്റെ അളവ് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ലെങ്ത്, ഈ സാധനത്തിൻ്റെ മെഷർമെൻറ്റ് കിട്ടും. ഓക്കെ, ഇനി ഡയമീറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ ഈ ബോൾ തന്നിട്ടുണ്ട്, ഈ ബോളിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 2 വുഡൻ ബ്ലോക്സിൻ്റെ ഇടയിൽ ഈ ബോൾ വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ വുഡൻ ബ്ലോക്കിൻ്റെ ഇന്നർ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ഓക്കെ, യു വിൽ ഗെറ്റ് ദി ഡയമീറ്റർ. ഇവിടം വരെ, ഫ്രം ദിസ് ടു ദിസ്. ഐ വിൽ ഷോ യു വെർ ഇസ് ദി പെൻ. ഓക്കെ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള മെഷർമെൻറ്റ് സ്ട്രെയിറ്റ് ലൈനായിട്ട് കറക്റ്റ് ഈ ഇന്നർ സൈഡ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ഡയമീറ്റർ. ഓക്കെ, നെക്സ്റ്റ്, ദ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് ഇസ് മീറ്റർ. സ്മാളർ യൂണിറ്റ്സ് സെൻറ്റിമീറ്റർ, millimeter, micrometer, nanometer are also used in certain situations for convenience. അപ്പോൾ
ലെങ്ത്തിനെക്കാട്ടും സ്മാളർ യൂണിറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ആർ സ്മാളർ യൂണിറ്റ്സ് ഓൾസോ റൈറ്റ്. സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, ദെൻ മൈക്രോമീറ്ററിനെ മൈക്രോൺ എന്നും പറയും. നാനോമീറ്റർ ആർ ഓൾസോ യൂസ്ഡ് ഇൻ certain situations for convenience. We use a bigger unit like kilometer to measure the distance between two places. രണ്ട് സ്ഥലങ്ങൾ, പാലക്കാട് മാലത്തൂർ നമ്മൾ ദൂരം നമ്മൾ മീറ്ററിലോ സെൻറ്റിമീറ്ററിലോ ഒന്നും പറയില്ല അല്ലേ. we'll use a bigger unit. Okay, that is kilometer. Unit like astronomical unit, light year are also used. വലിയ യൂണിറ്റ്സ് astronomical യൂണിറ്റും ലൈറ്റ് ഇയറും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. What is mass? Mass is the measure of quantity of matter contained in it. Mass എന്താണ്? Measure of quantity of matter contained in it. The basic unit of mass is kilogram. Basic unit of mass എന്താണ്? കിലോഗ്രാം ആണ്. ഓക്കെ, എക്സെപ്റ്റ് കിലോഗ്രാം, മില്ലിഗ്രാം, ഗ്രാം, ക്വിൻറ്റൽ, ടൺ are also the units of mass. ബേസിക് യൂണിറ്റ് കിലോഗ്രാം ആണ്. പക്ഷേ കിലോഗ്രാം അല്ലാതെ സ്മോളർ യൂണിറ്റ്സും ഉണ്ട്, ലാർജർ യൂണിറ്റ്സും ഉണ്ട്. കിലോഗ്രാം, മില്ലിഗ്രാം, ഗ്രാം, ക്വിൻറ്റൽ, ടൺ ഒക്കെ ഉണ്ട് അല്ലേ. ഇപ്പോൾ കിലോഗ്രാം കൂടാതെ മില്ലിഗ്രാം ഉണ്ട്, ഗ്രാം ഉണ്ട്, ക്വിൻറ്റൽ ഉണ്ട്, ടൺ ഉണ്ട്. യു ക്യാൻ സി അതർ യൂണിറ്റ്സ് ഓൾസോ, ബട്ട് ദ ബേസിക് യൂണിറ്റ് ഓഫ് മാസ് ഇസ് കിലോഗ്രാം. ഓക്കെ, ഇത് എല്ലാം പഠിപ്പിച്ച് തന്ന കാര്യമാണ്, റിവൈസ് ചെയ്യാണ്. നിർബന്ധമായിട്ടും ഈ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ, ബിക്കോസ് ഇനി ഉടനെ എക്സാം വരികയല്ലേ, അതുകൊണ്ടാണ്. ടൈം അറിയാലേ, യു നോ വാട്ട് ഇസ് ടൈം. വാട്ട് ഇസ് എ സിമ്പിൾ? എസ്, സെക്കൻഡ് അല്ലേ. നമ്മുടെ ബേസിക് യൂണിറ്റ് ഓഫ് ടൈം എന്താണ് എടുത്തിരിക്കുന്നത്? സെക്കൻഡ്. ഞാനത് എഴുതിയിട്ടില്ല. ഓക്കെ, ബേസിക് യൂണിറ്റ് ഓഫ് ടൈം ഇസ് സെക്കൻഡ്. സിമ്പിൾ ഇസ് എസ്. ഇനി 60 seconds 1 minute. 60 minute എത്ര അവറാണ്? 1 hour അല്ലേ. 1 second എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ പറയാണ്. 1 divided by 86400 പാർട്ട് ഓഫ് an average solar day. ഒരു ആവറേജ് സോളാർ ഡേയുടെ 1/86400 പാർട്ടാണ് ഒരു സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊന്നും ആലോചിച്ച് വെക്കേണ്ട. നിങ്ങൾ ഇത്രയും ഓർക്കുക, ടൈമിൻ്റെ ബേസിക് യൂണിറ്റ് സെക്കൻഡ്. 60 seconds 1 minute, 60 minutes 1 hour, അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇനി ഈ സംഭവങ്ങൾ നോക്കൂ. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അത് നമ്മൾ പഠിച്ചതാണ്. ലെങ്ത്ത് എന്താ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ക്വാണ്ടിറ്റിയിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് കിട്ടണമെങ്കിൽ ലെങ്ത്ത് തന്നെ അല്ലേ. നമുക്ക് വേറെ എന്തെങ്കിലും ഇപ്പോൾ വോളിയമോ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത്ത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല അല്ലേ. ലെങ്ത്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറൻറ്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, ഇതൊക്കെ എന്താണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ്. ഇതിൻ്റെ യൂണിറ്റ്സും നിങ്ങൾ പഠിക്കണം, സിമ്പിൾസും നിങ്ങൾ പഠിക്കണം. യു ഷുഡ് സ്റ്റഡി ദിസ്. ഓക്കെ, അപ്പോൾ ഈ ലൂമിനസ് ഇൻറ്റൻസിറ്റി ഒക്കെ എന്താണെന്നൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ അത് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞാൽ ഈ 7 എണ്ണവും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അതിൻ്റെ നെയിംസ് ആൻഡ് സിമ്പിൾസ് പഠിച്ചിട്ടുണ്ടാവണം. ലെങ്ത്, മീറ്റർ, സ്മോൾ എം. മാസ്, കിലോഗ്രാം, കെ ജി. കെ ജി സ്മോൾ ലെറ്റേഴ്സിലാണ്. ടൈം, സെക്കൻഡ്, സ്മോൾ എസ്. ഇലക്ട്രിക് കറൻറ്റ്, ആംപിയർ, ക്യാപിറ്റൽ എ. ഓക്കെ, ടെമ്പറേച്ചർ, കെൽവിൻ, ക്യാപിറ്റൽ കെ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, മോൾ, MOL, മോൾ. ലൂമിനസ് ഇൻറ്റൻസിറ്റി, കാൻഡല, CD. ഓക്കെ, ഇത്രയും ഓർക്കാം. നെക്സ്റ്റ്, യൂണിറ്റ്സ് വിച്ച് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഓർ ദോസ് units which are dependent on fundamental units are derived units. derived units എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സിനെ നമ്മൾ എന്താ പറയുക? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നാണ് പറയുക. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു അല്ലേ. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് വേറെ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് അതർ യൂണിറ്റ്സ്. പക്ഷേ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്താണ്? ദേ ഡിപ്പെൻഡ് ഓൺ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്, derived units depend on fundamental units. So they are called derived units. They are derived from ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ എന്ന് പറയുന്നത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും എന്ന് പറയുന്നത് രണ്ടും ലെങ്ത്ത് തന്നെയാണ് അല്ലേ, നീളം തന്നെയാണ് രണ്ടും. ഓക്കെ, ഇതെന്താണ്? അതൊരു ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആണ് അല്ലേ. ലെങ്ത്ത് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എന്തെന്നാണ് കിട്ടുന്നത്? ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഏരിയയുടെ യൂണിറ്റ് എന്തായിരിക്കും? ഈ ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ ഇൻറ്റു മീറ്റർ അല്ലേ. ലെങ്ത്തിൻ്റെ മീറ്ററാണ് യൂണിറ്റ്, ബ്രെഡ്ത്തിൻ്റെയും മീറ്ററാണ് യൂണിറ്റ്. അപ്പോൾ മീറ്റർ ഇൻറ്റു മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഏരിയയുടെ യൂണിറ്റാണ്. ഇത് ഒരു ഡിറൈവ്ഡ് യൂണിറ്റാണ്. കാരണം ഈ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടിയിരിക്കുന്നത് നമുക്ക് എവിടെ നിന്നാണ്? മീറ്ററിൽ നിന്നാണ് അല്ലേ. മീറ്റർ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ യൂണിറ്റിൽ നിന്നാണ് നമുക്ക് മീറ്റർ സ്ക്വയർ കിട്ടിയിരിക്കുന്നത്. സോ ദിസ് ഈസ് എ ഡിറൈവ്ഡ് യൂണിറ്റ്.
Okay, now salient features of SI units. SI unitsൻ്റെ പ്രത്യേകതകൾ എന്താണ്? Why do we use SI units? ഓക്കെ, ഇറ്റ് ഈസ് യൂണിഫൈഡ് അല്ലേ, യൂണിഫൈഡ് യൂണിറ്റ്സ് ആണ്. എല്ലാ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ലോകത്തിലുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന യൂണിഫൈഡ് യൂണിറ്റ് ആണ് ഇതല്ലേ. യൂണിഫൈഡ് യൂണിറ്റ്സ് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ്, അഡിക്വേറ്റ് ടു എക്സ്പ്രസ് ഓൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. SI യൂണിറ്റ് വെച്ചിട്ട് വി ക്യാൻ എക്സ്പ്രസ് ഓൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും നമുക്ക് എന്ത് വെച്ചിട്ട് SI യൂണിറ്റ്സിന് വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ ഡെൻസിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വോള്യൂം. ഓർക്കുന്നുണ്ടോ? ദ സ്പേസ് ഒക്കുപ്പൈഡ് ബൈ എ ബോഡി ഈസ് റെഫേർഡ് ടു ആസ് ഇറ്റ്സ് വോള്യൂം. വാട്ട് ഈസ് വോള്യൂം? ഒരു ഒബ്ജക്റ്റിന് ഇരിക്കാൻ ആവശ്യമായ സ്ഥലം അല്ലേ. ദ സ്പേസ് ഒക്കുപ്പൈഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഈസ് ഇറ്റ്സ് വോള്യൂം. ദ യൂണിറ്റ് ഓഫ് വോള്യൂം ഈസ് ക്യൂബിക് മീറ്റർ. വോള്യത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ക്യൂബിക് മീറ്റർ, അല്ലെങ്കിൽ യു ക്യാൻ സേ മീറ്റർ ക്യൂബ്. ഓക്കെ, ദെൻ മാസ് പെർ യൂണിറ്റ് വോള്യൂം ഓഫ് സബ്സ്റ്റൻസ് ഈസ് ഡെൻസിറ്റി. അപ്പോൾ ഡെൻസിറ്റി എന്താണ്? മാസ് ബൈ വോള്യൂം. ഡെൻസിറ്റി എന്താണ്? മാസ് ബൈ വോള്യൂം. അപ്പോൾ വോള്യൂം എന്താണ്? ദ സ്പേസ് ഒക്കുപ്പൈഡ് ബൈ എ ബോഡി ഈസ് റെഫേർഡ് ടു ആസ് ഇറ്റ്സ് വോള്യൂം. ആൻഡ് വാട്ട് ഈസ് ഡെൻസിറ്റി? ഇറ്റ് ഈസ് മാസ് പെർ യൂണിറ്റ് വോള്യൂം. or how will you represent it mathematically? Density equal to mass by volume. And what is the unit of density? യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? മാസ് ബൈ വോള്യൂം അല്ലേ. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, വോള്യത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. അപ്പോൾ കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ് നമ്മൾ എങ്ങനെ എഴുതുക? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, kg per m cube. ഓക്കെ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി ചോദിച്ചാൽ വാട്ട് വിൽ യു റൈറ്റ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് വോള്യൂം? മീറ്റർ ക്യൂബ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി? കിലോഗ്രാം പെർ meter cube. What is density ചോദിച്ചാൽ what will you write? It is mass per unit volume of a substance. Mass per unit volume. ഒരു യൂണിറ്റ് വോള്യത്തിൽ എത്ര മാസ് ഉണ്ട് അതാണ് അതിൻ്റെ ഡെൻസിറ്റി. And how will you find it? Density is equal to m by v, mass by volume, and its unit is kilogram per meter cube. Then we can go through some questions. Write down the following units in the ascending order of their values. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ. അസെൻഡിങ് ഓർഡറിൽ എന്ന് പറയുമ്പോൾ സ്മോൾ ടു ബിഗ് അല്ലേ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ യൂണിറ്റ്സ് എഴുതണം. മില്ലിമീറ്റർ, നാനോമീറ്റർ, സെൻറ്റിമീറ്റർ, മൈക്രോമീറ്റർ, ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ്? നാനോമീറ്റർ ആണ് അല്ലേ, NM. സി ഹിയർ NM. നാനോ കഴിഞ്ഞാൽ മൈക്രോ, മൈക്രോ കഴിഞ്ഞാൽ മില്ലി, മില്ലി കഴിഞ്ഞാൽ സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി 1 മീറ്റർ, 1 സെൻറ്റിമീറ്റർ, 1 കിലോമീറ്റർ, 1 മില്ലിമീറ്റർ. ഇതിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ്? 1 മില്ലിമീറ്റർ അല്ലേ. 1 മില്ലിമീറ്റർ, ആഫ്റ്റർ ദാറ്റ് 1 സെൻറ്റിമീറ്റർ, ആഫ്റ്റർ ദാറ്റ് 1 മീറ്റർ, ആഫ്റ്റർ ദാറ്റ് 1 കിലോമീറ്റർ. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചു നോക്കൂ. ജസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻ. അസെൻഡിങ് ഓർഡറിൽ നമ്മൾ ഈ യൂണിറ്റ്സിനെ എഴുതണം. അപ്പോൾ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണെന്ന് നോക്കുക, അത് ആദ്യം എഴുതുക. അതിനേക്കാൾ കുറച്ചുകൂടി വലിയ യൂണിറ്റ് അതിനുശേഷം, അതിനേക്കാട്ടും വലിയ യൂണിറ്റ് അതിനുശേഷം, അങ്ങനെ എഴുതുകയാണ്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സി വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിറ്റ്സ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഇതിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണെന്ന്? കിലോഗ്രാം, മില്ലിഗ്രാം, ഗ്രാം, മില്ലിമീറ്റർ, kg, mg, g, mm. ഇതിലേതാണ്? mm ആണ് അല്ലേ, കാരണം ബാക്കിയെല്ലാം മാസിൻ്റെ യൂണിറ്റാണ്. mm എന്തിൻ്റെ യൂണിറ്റാണ്? ലെങ്ത്തിൻ്റെ യൂണിറ്റാണ്. റൈറ്റ്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. mm, km, mg, ദാറ്റ് ഈസ് മീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ, മില്ലിഗ്രാം. ഇതിലേതാണ്? മില്ലിഗ്രാം ആണ് അല്ലേ. വൈ? ബിക്കോസ് മില്ലിഗ്രാം എന്ന് പറയുന്നത് മാസിൻ്റെ യൂണിറ്റാണ്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ വായിച്ചു നോക്കൂ. Clear? Next, imagine that the distance from school to your friend's house is 2250 meter. Okay, മീറ്ററിൽ തന്നിട്ടുണ്ട് എത്ര ദൂരമുണ്ട് സ്കൂളിൽ നിന്ന് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്? 2250 മീറ്റർ. ഓക്കെ, ക്യാൻ യു റെപ്രസെൻറ്റ് ദിസ് ഇൻ കിലോമീറ്റേഴ്സ്? കിലോമീറ്റേഴ്സിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? നമുക്കറിയാം 1000 മീറ്ററാണ് 1 കിലോമീറ്റർ. അപ്പോൾ മീറ്ററിൽ തന്നതിനെ കിലോമീറ്ററിലാക്കാൻ ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 2250 ഡിവൈഡഡ് ബൈ 1000. 2250 ബൈ 1000 എത്രയാണ്?
25 kilometers. Okay. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? You should know that 1000 meter is 1 kilometer. So here you are given a value in meter. So you have to convert this into kilometer. And how will you convert? By dividing it with 1000. Okay. Now next question. Convert the following units into SI units without changing their values. You have to convert these units into SI without changing their values. വാല്യൂ ചേഞ്ച് ചെയ്യാത്തതിൻ്റെ SI യൂണിറ്റിലാക്കണം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? 3500 ഗ്രാമിലെ 3500 ഗ്രാം. അപ്പോൾ ഗ്രാമിനെ കിലോഗ്രാം ആക്കണം അല്ലേ? SI യൂണിറ്റ് ഓഫ് ജി എന്ന് പറയുന്നത് മാസിൻ്റെ യൂണിറ്റാണ്. ആൻഡ് SI യൂണിറ്റ് ഓഫ് മാസസ് kg. അപ്പോൾ ഇതിനെ kgയിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1000 അല്ലേ? നമുക്കറിയാം 1000 ഗ്രാമാണ് 1 കിലോഗ്രാം. സോ വാട്ട് വിൽ യു ഡു? യു വിൽ ഡിവൈഡ് ഇറ്റ് ബൈ 1000. നൗ 2.5 കിലോമീറ്റർ. കിലോമീറ്ററിലാണ് ലെങ്ത് തന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് എന്തിൻ്റെ ആക്കണം? SI യൂണിറ്റ് എന്ന് പറയുമ്പോൾ മീറ്ററിലാക്കണം. നമുക്കറിയാം മീറ്ററിലാക്കാൻ എന്ത് ചെയ്താൽ മതി? കിലോമീറ്ററിനെ മീറ്ററിലാക്കാൻ 1000 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. നമുക്കറിയാം 1000 മീറ്റർ ആണ് എന്ത്? ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത്. 1000 മീറ്റർ ഈസ് 1 കിലോമീറ്റർ. അപ്പോൾ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ മീറ്ററിലേക്ക് ആക്കാൻ പറ്റും. അപ്പോൾ 2.5 ഇൻറ്റു 1000 ഇസ് 2500. ഇനി 2 hours. 2 hours എന്തിലേക്ക് ആക്കണം? സെക്കൻഡിലേക്ക് ആക്കണം അല്ലേ? സെക്കൻഡിലേക്ക് ആക്കാൻ എന്ത് ചെയ്യാം? 1 hour എന്ന് പറയുന്നത് എത്ര സെക്കൻഡാണ്? 1 hourൽ എത്ര സെക്കൻഡ് ഉണ്ട് നോക്കുക. അതായത് നമുക്കറിയാം ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 60 സെക്കൻഡ്സ് ഉണ്ട് അല്ലേ? ഒരു മിനിറ്റിൽ 60 സെക്കൻഡ്സ് ഉണ്ട്. ഒരു അവറിൽ 60 ഇൻറ്റു 60 എത്രയാണ്? 60 ഇൻറ്റു 60 36 3600 സെക്കൻഡ്സ് ഉണ്ട് ഒരു അവറിൽ. എത്ര അവർ ഉണ്ട്? 2 hours എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 3600 ഇറ്റ് ഈസ് 7200. മനസ്സിലായോ എങ്ങനെ കിട്ടിയെന്ന്? ഇറ്റ്സ് വെരി ഈസി. നമ്മൾ ഓർക്കുക, നമുക്ക് തന്നിരിക്കുന്ന 2 hours ആണ്. ഒരു അവറിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 60 ഇൻറ്റു 60 സെക്കൻഡ്സ് ഉണ്ട്. വി ഹാവ് 2 hours. ദെൻ 2 ഇൻറ്റു 60 ഇൻറ്റു 60 യു വിൽ ഗെറ്റ് 7200 സെക്കൻഡ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കൂ. യു ക്യാൻ ടേക്ക് ഇറ്റ് ഡൗൺ ഇഫ് യു വോണ്ട് ടു. നോട്ടിലേക്ക് നിങ്ങൾക്കിത് പകർത്താം. നെക്സ്റ്റ്, ടേക്ക് എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് സൊല്യൂഷൻ എ ആൻഡ് സൊല്യൂഷൻ ബി ഇൻ എ ജാർ. ഒരു ജാറിൽ 2 സൊല്യൂഷൻസ് ഉണ്ട്, സൊല്യൂഷൻ എ, സൊല്യൂഷൻ ബി. ഓക്കെ, ഡെൻസിറ്റി ഓഫ് എ ഇസ് 2 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. എയുടെ ഡെൻസിറ്റി 2 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഡെൻസിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 5 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. വിച്ച് ഓഫ് ദീസ് ഫ്ലോട്ട് അബവ് ദ ജാർ? അപ്പോൾ രണ്ടും കൂടെ ടേക്ക് എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് സൊല്യൂഷൻ എ ആൻഡ് സൊല്യൂഷൻ ബി ഇൻ എ ജാർ. ഒരേ ജാറിൽ നമ്മൾ 2 സൊല്യൂഷൻസ് ഒഴിച്ചിട്ടുണ്ട്. രണ്ടിൻ്റെയും ഡെൻസിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ മുകളിൽ ഏതായിരിക്കും ഉണ്ടാവുക? സൊല്യൂഷൻ എ. കാരണം എന്താണ്? എയുടെ സൊല്യൂഷൻ്റെ ഡെൻസിറ്റി ലെസ് ആണ് അല്ലേ? 2 കിലോഗ്രാമേ ഉള്ളൂ. അപ്പോൾ ഡെൻസിറ്റി കൂടുതലുള്ളത് താഴേക്ക് പോകും, ഡെൻസിറ്റി കുറവുള്ളത് മേലെ നിൽക്കും. അപ്പോൾ ഏത് സൊല്യൂഷനാണ് മേലെ നിൽക്കുക? സൊല്യൂഷൻ എ, ബിക്കോസ് ഇറ്റ്സ് ഡെൻസിറ്റി ഈസ് ലെസ്. 2 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബേ ഉള്ളൂ. ഓക്കെ, so solution with less density floats above the solution that has high density. എപ്പോഴും എങ്ങനെയായിരിക്കും? A solution with less density floats above the solution that has high density. Then find out the given word pair relation and fill in the blanks. ലെങ്ത്തിൻ്റെ മീറ്റർ ആണെങ്കിൽ വോള്യത്തിൻ്റെ എന്താണ്? മീറ്റർ ക്യൂബ്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ എം ആണെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്, ആക്സിലറേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അതിങ്ങനെ ഓർത്ത് വയ്ക്കുക. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ടൈം? സെക്കൻഡ് അല്ലേ? വാട്ട് ഡു യു മീൻ ബൈ 1 solar day? A day or a solar day is the time between period from 1 noon to the next noon. ഒരു noon മുതൽ നെക്സ്റ്റ് noon വരയ്ക്കുമാണ് ഒരു സോളാർ ഡേ. ഇസ് ദാറ്റ് ക്ലിയർ? ദെൻ ഫൈൻഡ് ഔട്ട് ഓഡ് വൺ. ഓഡ് വൺ എന്താണെന്ന് കണ്ടുപിടിക്കണം. ആൻഡ് യു ഹാവ് ടു ജസ്റ്റിഫൈ യുവർ ആൻസർ. മീറ്റർ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, സെക്കൻഡ്. ഇതിൽ ഏതാണ് ഓഡ് വൺ? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കാരണം എന്താണ്? ഇതൊരു ഡെറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ബാക്കിയൊക്കെയോ
ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, മീറ്റർ, കിലോഗ്രാം. യുനോ മീറ്റർ ബേസിക് യൂണിറ്റ് ആണ്, കിലോഗ്രാം സെക്കൻഡ് ബേസിക് യൂണിറ്റ് ആണ്. വാട്ട് അബൌട്ട് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഇസ് ഡിറൈവ്ഡ് യൂണിറ്റ് അല്ലേ? അതെന്താണ്? ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. ഇറ്റ്സ് എ ഡിറൈവ്ഡ് യൂണിറ്റ്. നൗ ലെങ്ത്, വോള്യം, മാസ്, ടൈം, ഇതിലേതാണ്? വിച്ച് വൺ ഇസ് ഇറ്റ്? വോള്യം അല്ലേ? വോള്യം, യു ഗെറ്റ് വോള്യം യൂസിങ് ലെങ്ത്. ലെങ്ത് ഉപയോഗിച്ച് കിട്ടുന്നതാണ് വോള്യം. സോ ഇറ്റ്സ് ഓഡ് വൺ ഇസ് ലെങ്ത്. നെക്സ്റ്റ് വോള്യം, മാസ്, ഡെൻസിറ്റി, ആക്സലറേഷൻ. വിച്ച് ഈസ് ദ ഓഡ് വൺ ഹിയർ? വോള്യം ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്, മാസ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആണ്, ഡെൻസിറ്റി ഡിറൈവ്ഡ് ആണ്, ആക്സലറേഷൻ ഡിറൈവ്ഡ് ആണ്. സോ വിച്ച് ഈസ് ദി ഓഡ് വൺ? മാസ് ഇസ് ദി ഓഡ് വൺ. നൗ ദിസ് ക്വസ്റ്റ്യൻ വിൽ ഡെഫിനറ്റ്ലി ബി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇതിൽ 2-3 ചോദ്യങ്ങൾ ചോദിക്കും ഉറപ്പാണ്. ലെങ്ത്ത്, അതിൻ്റെ യൂണിറ്റ്, അതിൻ്റെ സിമ്പിൾ. ഓക്കെ, മാസ്, നെയിം ഓഫ് യൂണിറ്റ്, ബേസിക് എസ് എ യൂണിറ്റ് ഏതാണ്, അതിൻ്റെ സിമ്പിളും നെയിമും പഠിച്ചു വെക്കണം. അപ്പോൾ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഷുഡ് സ്റ്റഡി ദിസ് ടേബിൾ ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, now find the volume of a box having 2 meter length, 1 meter breadth and 0.5 meter height. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും അറിയാമെങ്കിൽ how will you find volume? Volume is equal to length into breadth into height, that is 2 into 1 into 0.5. and what is the unit? മീറ്റർ ക്യൂബ് അല്ലേ? മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ. ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്, ഇതിൻ്റെ മീറ്റർ ആണ്, ഇതിൻ്റെ മീറ്റർ ആണ്. അപ്പോൾ മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ എന്താണ്? മീറ്റർ ക്യൂബ്. ഓക്കെ, will the mass be same if you take one thermocol and a wooden block of same volume? ഒരേ വോള്യമുള്ള വൂഡൻ ബ്ലോക്കും തെർമോക്കോളും എടുത്താൽ അതിന് ഒരേ വെയിറ്റ്, മാസ് ആയിരിക്കും, ഒരേ തൂക്കമായിരിക്കും? ആയിരിക്കില്ല അല്ലേ? നമ്മൾ പഠിച്ചതാണ്. ഒരേ വോള്യം എന്ന് പറഞ്ഞാൽ സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്നത് ഒരേപോലെ ആയിരിക്കാം, പക്ഷേ അതിൻ്റെ ഡെൻസിറ്റിക്ക് വ്യത്യാസമുണ്ട് അല്ലേ? ഏതിലാണ് മോളിക്യൂൾസ് തിക്ലി ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? വുഡൻ ബ്ലോക്കിൽ അല്ലേ? തെർമോക്കോളിലാണെങ്കിൽ യു ക്യാൻ സീ ഹോൾസ് ഒക്കെ ഉണ്ടാവും, അതിനകത്തൊക്കെ എയർ കയറിയിട്ടുണ്ടാവും, അപ്പോൾ അതിൻ്റെ മാസ് കുറവായിരിക്കും. വിൽ ഇറ്റ് ബി സെയിം ചോദിച്ചാൽ വാട്ട് വിൽ യു റൈറ്റ്? നോ, mass by volume is density. The density of thermocol is lesser than that of wooden block. The mass will not be the same. എന്താ പറയേണ്ടത് നിങ്ങൾ? mass by volume is density and the density of thermocol is lesser than that of wooden block. രണ്ടിൻ്റെയും വോള്യൂം സെയിം ആണെങ്കിലും എന്ത് ഡിഫറെൻ്റ് ആയിരിക്കും? മാസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, കാരണം ഡെൻസിറ്റി ഡിഫറെൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടേക്ക് 1 jar with salt water and normal water. Okay, in both jars, in which jar the egg float over the liquid? Justify your answer. അപ്പോൾ നമ്മളുടെ കയ്യിൽ സാധാരണ ക്വസ്റ്റ്യനിൽ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഒരു സോൾട്ട് വാട്ടർ എടുത്തു, ഒരെണ്ണത്തിൽ 2 പാത്രങ്ങൾ, ഒരെണ്ണത്തിൽ സോൾട്ട് വാട്ടറും എടുക്കുകയാണ്, ഒരെണ്ണത്തിൽ സാധാരണ വാട്ടർ നോർമൽ വാട്ടറും എടുക്കുകയാണെങ്കിൽ ഇതിലേക്ക് എഗ്ഗ് ഇട്ട് കഴിഞ്ഞാൽ ഏതായിരിക്കും മുകളിൽ പാറി കിടക്കുക? ഏതിൻ്റെ മുകളിലായിരിക്കും എഗ്ഗ് പാറി കിടക്കുക? ഇൻ വിച്ച് ജാർ ദ എഗ്ഗ് ഫ്ലോട്ട് ഓവർ ദ ലിക്വിഡ്? സോൾട്ട് വാട്ടർ അല്ലേ? ഇൻ ദ ജാർ ഹാവിങ് സോൾട്ട് വാട്ടർ ഉള്ള ജാറിൽ നമ്മൾ എഗ്ഗ് ഇട്ട് കഴിഞ്ഞാൽ ആ എഗ്ഗ് മുകളിൽ കിടക്കും. അതേസമയം സാധാരണ വെള്ളത്തിലിട്ടാൽ എഗ്ഗ് താഴോട്ട് പോവും. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഡെൻസിറ്റി കൂടുതലാണ്. എന്തിന്? സോൾട്ട് വാട്ടറിന്. അപ്പോൾ ഡെൻസിറ്റി കൂടുതലുള്ള സാധനത്തിൻ്റെ മേലേക്ക് എഗ്ഗ് പാറി കിടക്കും. പക്ഷേ ഡെൻസിറ്റി ഇല്ലാത്ത ലിക്വിഡിലിട്ടാലോ അത് താഴേക്ക് പോകും. ഓക്കെ, ഈസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് അഗെയിൻ ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇത് എഴുതുന്നതിൻ്റെ യൂണിറ്റ്സ് എഴുതുന്നതിൻ്റെ റൂൾസ് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അത് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പഠിച്ചതായതുകൊണ്ട് അത് ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല. അതെന്തായാലും വായിക്കുക. ദാറ്റ് 10 റൂൾസ്, അതിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ യു ഷുഡ് റിമെമ്പർ ഹൗ ടു റൈറ്റ് ആൻഡ് വാട്ട് ആർ ദ റൂൾസ് ടു ബി ഫോളോഡ് വൈൽ റൈറ്റിംഗ് യൂണിറ്റ്സ്. ഓക്കെ, ടാബ്ലറ്റ് 2 യൂണിറ്റ്സ് കണക്റ്റഡ് ടു ദ നെയിം ഓഫ് പേഴ്സൺസിൻ്റെ പേരിലുള്ള 2 യൂണിറ്റുകൾ ഏതെങ്കിലും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കാം, നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് വോൾട്ടാണ്. ഏത് സയൻറ്റിസ്റ്റാണ്? അലസാൻഡ്രോ വോൾട്ട. ദെൻ പ്രഷറിൻ്റെ ബ്ലേസ് പാസ്കൽ. ഓക്കെ, യൂണിറ്റ് പാസ്കൽ എഴുതുന്നത് PA. ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, മറക്കാണ്ട് ശ്രദ്ധിക്കുക. ഇവിടെ ക്യാപിറ്റൽ V ആണ് കേട്ടോ. ദെൻ സർ ഐസക് ന്യൂട്ടൻ്റെയും ക്യാപിറ്റൽ N എഴുതണം, സിമ്പിൾ. ഓക്കെ, യൂണിറ്റ് സ്മോൾ ന്യൂട്ടൺ N. ഓക്കെ, ടൈപ്പിംഗ് മിസ്റ്റേക്സ് എന്ന് പറയുന്നുണ്ട്. ക്ലിയർ? Find the density of an object of mass 60 kg having length 5 meter, breadth 3 meter and height 2 meter.
നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? മാസ് തന്നിട്ടുണ്ട്, അതുപോലെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വി ക്യാൻ ഗെറ്റ് വോള്യം. അപ്പോൾ 5 × 3 × 2 ചെയ്താൽ യു വിൽ ഗെറ്റ് വോള്യം. മാസ് 60 ആണ്, അപ്പോൾ 60 ഡിവൈഡഡ് ബൈ 5 × 3 × 2 ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ യു ഗെറ്റ്? യു വിൽ ഗെറ്റ് ദി ഡെൻസിറ്റി മാസ് ബൈ വോള്യം ഇസ് 2 kg/m³. 2 കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സിംഗിൾ സ്പേസ് ഉണ്ട് കേട്ടോ. റൂൾസ് ഫോളോ ചെയ്യുമ്പോൾ 2 ഒരു സ്പേസ് ഇടുക, kg/m³. നൗ ഇവിടെയൊക്കെ സ്പേസ് ഇട്ടിട്ടില്ല. റൈറ്റ് 24 എന്നിട്ടിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് m³ എന്ന് എഴുതാം. ഓക്കെ. Find the volume of a brick which has a length, breadth and height 3 meter, 2 meter and 4 meter respectively. How will you find the volume? Volume is equal to length into breadth into height. Already ചെയ്തതാണ്. It's very easy. What is mean by density of substance? Already പറഞ്ഞതാണ്. Density is mass by volume. Okay, if the mass of substance is m and v is the volume, then density is mass by volume. Okay. How to find the area of irregular surface? Irregular surface ന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്താ ചെയ്തത്? നമ്മളൊരു ഇലയുടെ ഏരിയ ഒക്കെ കണ്ടുപിടിച്ചു അല്ലേ? യൂസിങ് എ ഗ്രാഫ് പേപ്പർ. ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് എ ഗ്രാഫ് പേപ്പർ. The area of irregular surface can be calculated by using graph paper. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. യൂണിറ്റ്സ് എഴുതാൻ പഠിക്കുക, അതിൻ്റെ സിമ്പിൾസ് പഠിക്കുക. വാട്ട് ആർ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് വാട്ട് ആർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ദെൻ വാട്ട് ഈസ് ഡെൻസിറ്റി? ഡെൻസിറ്റിയിൽ എങ്ങനെയാണ് ഫ്ലോട്ടിങ് എങ്ങനെയാണ് ഉണ്ടാവുക? അപ്പോൾ എഗ്ഗ് ഇട്ട് കഴിഞ്ഞാൽ ഡെൻസിറ്റി ഉള്ള ലിക്വിഡിലിട്ടാൽ അത് ഫ്ലോട്ട് ആവും എഗ്ഗ്, അല്ലെങ്കിൽ അത് സിങ്ക് ആവും. ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ നെയിംസ് ആൻഡ് സിമ്പിൾസ് നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ, ദെൻ ദാറ്റ്സ് ഓൾ. ഇറ്റ്സ് വെരി ഈസി ചാപ്റ്റർ, നോ? So study well, go through this video, also read your textbook. Okay, thank you.